ഹായ്, നമസ്കാരം. ടൂൾസ് വച്ചാൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഡ്രൈ വാൾ സാൻഡർ, അതായത് പുട്ടി ഉരക്കണ മെഷീൻ അൺബോക്സ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. ഇതാണ് ഡ്രൈ വാൾ സാൻഡർ എന്ന് പറഞ്ഞത്. അതായത് പുട്ടി ഇട്ട് കഴിഞ്ഞിട്ട് അത് ഉരച്ച് അത് സർഫേസ് ക്ലീൻ ആക്കണം, അതായത് ലെവൽ ചെയ്യണ ഒരു മെഷീനാണ് ഈ സാധനം. ഇതിൻ്റെ വാട്ട്സ് വന്നേക്കണത് 750 വാട്ട്സാണ് വന്നേക്കുന്നത്. പിന്നെ ഇത് രണ്ട് ടൈപ്പിൽ വരുന്നുണ്ട്, അതായത് സൈസ് രണ്ട് ടൈപ്പ് ഉണ്ട്, 7 ഇഞ്ചും 9 ഇഞ്ചും ഉണ്ട്. അതിൽ 7 ഇഞ്ചാണ് നമ്മൾ എടുത്തേക്കണത്, അതായത് 180 സെന്റിമീറ്റർ, അതാണ് നമ്മൾ എടുത്തേക്കണത്. പിന്നെ ഇത് ഞാൻ എടുത്തേക്കണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോങ്ചെങ് എന്ന് പറഞ്ഞൊരു കമ്പനിയാണ് എടുത്തേക്കണത് ഇപ്രാവശ്യം. ഇതിക്ക് മുമ്പ് എടുത്തിരുന്നത് മെക്കാനോ എന്ന് പറഞ്ഞതും അതേപോലെ മാള് അങ്ങനെയുള്ള സംഭവം, ഐബെല്ല് അതൊക്കെയാണ് എടുത്തിരുന്നത്. അതും കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇതൊരു പ്രാവശ്യം ഞാൻ മാറ്റി വേറെ മോഡലിൽ എടുത്തേക്കാണ്. അപ്പൊ നമുക്കിതൊന്ന് തുറന്നു നോക്കാം എന്തൊക്കെ ഉണ്ടെന്ന്. ആദ്യം പെട്ടിയിൽ ഇതിനകത്ത് വന്നിട്ട് ഒരു ബാഗ് എന്ന് പറഞ്ഞാൽ ഡസ്റ്റ്, അതായത് പൊടികളൊക്കെ വലിച്ച് കീപ്പ് ചെയ്യണ ഒരു ബാഗാണ് ഇത്. തുണിയാണ് ഈ മോഡൽ വന്നേക്കണത്. സാധാരണ ഒരു പ്ലാസ്റ്റിക് ബേസ്ഡ് ആയിട്ടുള്ള സാധനമാണ് വന്നത്. സാധാരണ കോട്ടൺ തുണി പോലത്തെ ഒരു തുണിയാണ്. അത്യാവശ്യം ക്വാളിറ്റിയുള്ള ഒരു ബാഗാണ് കേട്ടോ. പിന്നെ വന്നേക്കണത് ഒരു ഹാൻഡിൽ വന്നിട്ടുണ്ട്, അതിന്റെ സൈഡ് ഹാൻഡിലാണ്. പിന്നെ ഇതിനകത്ത് പേപ്പറുകൾ ഒരു 60ന്റെ ഒരു 5-6 പേപ്പർ അവർ സാധാരണ അങ്ങനെ ഇടാറില്ല. ഇതിനകത്ത് അങ്ങനെ ഒരു 5-6 പേപ്പർ സാമ്പിൾ ഇട്ടിട്ടുണ്ട്. പിന്നെ മാനുവൽ കാർഡ് ഇട്ടിട്ടുണ്ട്. ഒരു കാർബൺ ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ. അതുപോലെ തന്നെ ഒരു എൽക്കിന്റെ സെന്ററിലെ ആ പാഡ് കംപ്ലൈന്റ് ആയാലും മാറ്റുമ്പോൾ എടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഡോങ്ചെങ്ങിന് ഒരു ഗുണമാണ് കേട്ടോ, എല്ലാത്തിൻ്റെ ഒരു സ്പെയർ നമുക്ക്, അതായത് കാർബൺ സ്പെയർ അവർ സെപ്പറേറ്റ് വരെ തരും. ഇതാണ് മെഷീൻ. അപ്പൊ മെഷീൻ ഇതാണ് നമ്മുടെ മെഷീൻ. ഇത് 7 ഇഞ്ചാണ്. ഈ പേപ്പർ 7 ഇഞ്ചാണ്. പിന്നെ ഹാൻഡില് റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും, അത് നമ്മളെ കൈക്ക് എണ്ണങ്ങണ രീതിയിൽ അത് പിടിപ്പിക്കട്ടെ. ചിലർക്ക് റൈറ്റ് സൈഡ് ആയിരിക്കും ഇഷ്ടം, ചിലർക്ക് ലെഫ്റ്റ് സൈഡ് ആയിരിക്കും ഇഷ്ടം. അപ്പൊ നമ്മളെങ്ങനെയാണ് അടിക്കണമെന്ന് വെച്ചാൽ ആ ഒരു സെറ്റപ്പിൽ ഈ ഹാൻഡിൽ നമുക്ക് ഇവിടെ ഹോൾഡ് ചെയ്ത് വെക്കാം. ഓക്കെ, ഇതെങ്ങനെ നമുക്ക് അടിക്കണ ഒരു വീഡിയോ ഞാൻ ഇട്ട് തരാം. പിന്നെ ഇത് വെൽക്രോ മോഡലാണ് ഒട്ടിക്കുക. പിന്നെ ഈ കാണുന്നതാണ് ആ എൽക്കി നമുക്ക് തന്നേക്കണം, അഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സെറ്റപ്പിൽ തന്നേക്കുന്നത്. ഇത് ലൈൻ കൊടുത്തു കഴിയുമ്പോൾ ഇതിനകത്ത് ഫുള്ള് നമുക്ക് LED ബൾബ്, അതായത് ഷെയ്ഡ് കാണാൻ വേണ്ടിയിട്ട് LED ബൾബ് ഉണ്ട്. അതുപോലെ ഭിത്തിയുടെ കോർണർ അടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പീസ് ഇവിടെ എടുക്കുന്നത്. അത് നമുക്കിത് ഇങ്ങനെ ഊരി എടുക്കാം. ഈ പീസ് ഭിത്തിമ മുട്ടാൻ വേണ്ടിയിട്ടാണ്. കോർണറുകളൊക്കെ അടിക്കുമ്പോൾ കോർണർ മുട്ടൂല. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഈ പീസ് ഊരി മാറ്റാം. നമുക്ക് ഈ കോർണർ, ഭിത്തി സൈഡ് കോർണർ വരില്ല, ഇതിങ്ങനെ മുട്ടാൻ വേണ്ടിയിട്ടാണ്. എല്ലാവരും പേർക്ക് ഇപ്പൊ ഡാമേജ് അല്ല, അത് അഴിച്ചെടുക്കണ മോഡലാണത്. ഇതിന്റെ വയർ വന്നിട്ട് 4 മീറ്റർ ലെങ്ത് വയറുണ്ട് കേട്ടോ. ഇത്തിരി വയർ നീളം കൂടുതലുണ്ട് ഇതിന്. പിന്നെ ഇതിന്റെ വില വന്നിട്ട് ഒരു 4500 രൂപ സംതിങ് വരും. പിന്നെ വില വിവരം അങ്ങനെ പ്രത്യേകിച്ച് പറയാൻ പാടില്ല, കാരണം വെച്ച് കഴിഞ്ഞാൽ ഓരോ ഇത് കഴിയുന്തോറും വില മാറിക്കൊണ്ടിരിക്കും. പ്രത്യേകിച്ച് ഡോങ്ചെങ്ങിന്റെ ഒന്നും വില കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല, കാരണം വെച്ച് കഴിഞ്ഞാല് 6 മാസം കൂടുമ്പോഴേക്കും വിലയിൽ ഭയങ്കര വേരിയേഷൻ വരുന്നുണ്ട്. ഇവിടെയും സ്റ്റാൻഡേർഡായി വരുന്നതുകൊണ്ടാണ്. അപ്പൊ നമ്മൾ ഇതിനകത്ത് കണക്ഷൻ കൊടുത്തിരുന്നത് ജസ്റ്റ് ഒന്ന് നമുക്ക് ഓൺ ആക്കി നോക്കാം. ഇതിന്റെ സ്പീഡ് നമുക്ക് റെഗുലേറ്റ് ചെയ്യാം, അതായത് ഇതിന്റെ സ്പീഡ് പതിയെ സ്പീഡാക്കാം. അതിനുള്ള സാധനമാണ് ഈ കാണുന്ന ബട്ടൺ. ഇതിങ്ങനെ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. സ്ലോവിലും ആക്കാം, അതുപോലെ തന്നെ സ്പീഡിലും ആക്കാനുള്ള കൺട്രോൾ ചെയ്യുന്ന സാധനമാണ്. നല്ല സ്പീഡുള്ള സാധനം ഉണ്ടാവും. അതുപോലെ ഇതിന്റെ ലൈറ്റ് കൺട്രോൾ ചെയ്യുന്ന സ്വിച്ച് ഇതാ ഇതിന്റെ ഉള്ളിലാണ്. ഇതിന്റെ ഉള്ളിൽ എവിടെ ഞെക്കിയാൽ ലൈറ്റ് വരും. കാണാൻ LED രണ്ട് ലെയർ LED ബൾബ് ഉണ്ട്. ഇത് വാട്ടർ പ്രൂഫിംഗ് ആണ്. അതേപോലെ തന്നെ സീൽ ചെയ്ത് വന്നേക്കണം. അതിന്റെ അകത്തോട്ടൊന്നും കെയർ ചെയ്യുന്നില്ല. ഓൺ ഓഫും ചെയ്യാം, നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി. അതായത് ഭിത്തിമല ഇങ്ങനെ മുട്ടിച്ച് കഴിയുമ്പോൾ ആ ഷെയ്ഡ് കാണാൻ വേണ്ടിയിട്ടാണ് ലൈറ്റ് ഇട്ടേക്കുന്നത്. അത് തടയുമ്പോഴേക്ക് ഉണ്ടോ ഇല്ലെന്നുള്ള അറിയാം. പണിക്കാർക്ക് അറിയാൻ പറ്റുള്ളൂ അതിന്റെ സംഭവങ്ങൾ.
പിന്നെ ഈ മോഡലില് ആദ്യമൊക്കെ ഇറങ്ങിയതില് ഹാൻഡിലുള്ള മോഡൽ ഉണ്ടായിരുന്നു. അതായത് പൊക്കത്തിലേക്ക് നമുക്ക് ഇങ്ങനെ വടിയും വെച്ചിട്ട് അടിക്കുകയായിരുന്നു. ഇപ്പൊ ആ സംഭവം ആരും എടുക്കണില്ല. അതായത് കൂടുതൽ ഇറങ്ങിയിരുന്നു ഐബൽ അങ്ങനെ സംഭവങ്ങളിലേക്ക് കൂടുതൽ ഇറങ്ങിയിരുന്നു. ഇതിങ്ങനെ വടിയുമ പിടിച്ചിട്ട് നമുക്ക് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകായിരുന്നു. പക്ഷെ ഇപ്പൊ ആരും ഉപയോഗിക്കില്ല. ഇപ്പൊ ഹാൻഡിൽ കയ്യിൽ ഒതുങ്ങണ മോഡലിലാണ് ഈ സാധനം വിൽക്കുന്നത്. പിന്നെ ഇതിന്റെ വെയിറ്റ് വന്നിട്ട് ഒരു 2300 വെയിറ്റ് കിലോ ഉണ്ടാവും. 2 കിലോ 2.5 കിലോത്തോളം വെയിറ്റ് ഉണ്ടാവുന്നു. പിന്നെ ഇതിന്റെ മോഡല് വന്നേക്കണത് ഇതാ ഈ കാണുന്നതാണ്. ഇത് മോഡൽ നമ്പർ വേണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്നതിന്റെ മോഡൽ നമ്പർ എഴുതിയേക്കുന്നത് BSF 02-180 അതിന് സെന്റിമീറ്റർ ആയിരിക്കുള്ളത്. പിന്നെ പേപ്പർ വന്നേക്കണതിന്റെ നമ്മൾ കാണിച്ചായിരുന്നു. പേപ്പർ ഇതാ ഈ കാണുന്നതാണ് പേപ്പർ. പേപ്പറിന്റെ ഹോളുകൾ വലിയ ഹോളായിരിക്കും. പേപ്പറിന്റെ ഹോള് വലിയ ഹോളുകളായിരിക്കും. അത് ഇതിന്റെ ഹോളുണ്ട്, അതും വലിയ ഹോളായിരിക്കും. ചെറിയ ഹോളുകൾ ഇറങ്ങുന്നുണ്ട്. അപ്പൊ അത് നമ്മൾ നോക്കി ജവാൻ അങ്ങനെയുള്ള പേപ്പറുകളിലൊക്കെ ഈ മോഡൽ ഹോളുകൾ മാത്രമേ ഉള്ളൂ. പിന്നെ വേറെ കമ്പനി എക്സ്ട്രാ പവർ അങ്ങനെയൊക്കെ ഉള്ളൊരു ചെറിയ ഹോളുണ്ട്, വലിയ ഹോളുണ്ട്. നമുക്ക് ഈ പേപ്പർ ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചു നോക്കാം. ഈ പേപ്പർ വന്നേക്കണത് 60 മുതൽ 180 വരെയുള്ള പേപ്പർ ഉണ്ട്. അതായത് 2, 4, 6 പേപ്പർ ഉണ്ട്. 120, 60 അങ്ങനെയുള്ള പേപ്പറുകളുണ്ട്. അത് ഓരോ ഗ്രേഡ് അനുസരിച്ച് പോകണം ആ സംഭവം. ഇത് ഒട്ടിക്കണ മോളിലാണ്. വെറുതെ നമ്മളിങ്ങനെ എടുക്കുക, ആ ഹോള് നോക്കിയിട്ട് കറക്റ്റ് ഇങ്ങനെ വെറുതെ ഒട്ടിച്ചു കൊടുക്കുക. ഉപയോഗം കഴിയുമ്പോൾ നമുക്ക് ഇത് മാറ്റം ചെയ്യാം. പേപ്പറായി. ഇനി നേരെ വെച്ചടിക്കാം നമുക്ക്. ഈ ഡസ്റ്റ് ക്യാച്ചർ, അതായത് ബാഗ് നമ്മൾ വെറുതെ ഇങ്ങനെ കുത്തിയാൽ മതി കേട്ടോ. ഇതിങ്ങനെ വെറുതെ കണക്ട് ചെയ്താണ്. ഇത് ഓണായി കഴിയുമ്പോഴേക്കും ഉള്ളിലോട്ട് ഇട്ട പിടിയുന്നോ നോക്കിയോ. ഇതിന്റെ ഏറ് ഇങ്ങോട്ട് വരണോണ്ടാണ് ഈ വീർക്കണത്. ബാഗ് വീർത്തോണ്ട് നല്ല സ്മൂത്തായി സാധനം. അപ്പൊ ഡ്രൈ വാൾ സാൻഡറിന്റെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇതേക്കുറിച്ച് ഇനി വേറെ സംഭവങ്ങളൊന്നും പറയാനില്ല എനിക്ക്. അപ്പൊ എന്റെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത്. എല്ലാവർക്കും ബൈ.